ഹലോ, ഇപ്പോൾ നമുക്കാണെങ്കിൽ ഒരു ചെറിയ ഡിഷ് ചെയ്യാം. ഇതിനെ പറയുന്ന മണ്ടപ്പെട്ട് എന്നാണ് പറയുന്നത്. നമ്മൾ കുഴക്കട്ട പരുവത്തിൽ ഉണ്ടാക്കുന്നൊരു ഡിഷാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ട് ആദ്യമേ കുറച്ച് പയറില്ലേ, അതെടുക്കുക. അതൊരു ഗ്ലാസ് അളവിനെടുത്താൽ മതി. ഈ പയറെടുക്കുന്നതിൻ്റെ ഇരട്ടി വേണം ശർക്കരയും തേങ്ങയും എടുക്കാൻ. 3 കാര്യങ്ങളേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതാദ്യമേ ഇട്ട് ഒന്ന് ജസ്റ്റ് വറുത്തെടുത്താൽ നന്നായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. വറുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത പരിപാടികളൊക്കെ. അപ്പോൾ ഇതൊന്ന് വറുത്തിട്ടിട്ടുണ്ട്. ഇത്രയും വരെ മതി. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. നമുക്കിത് മിക്സിയിട്ടൊന്ന് അടിക്കാനാണ്. പിന്നെ നല്ലൊരു തേങ്ങ. ഞാനിപ്പോൾ ഒരു മുറി എടുത്തേക്കുന്നത്, നിങ്ങൾ എടുക്കുന്ന അളവിനെടുത്താൽ മതി. കൊണ്ടുവന്ന് തിരുമ്മി കൊണ്ടുവരട്ടെ. അപ്പോൾ തേങ്ങ തിരുമാം. തേങ്ങ തിരുമ്മി നമ്മൾ അതിനനുസരിച്ച് ശർക്കര. പയറെടുക്കുന്നു, അതിനിരട്ടി തേങ്ങ, ഇരട്ടി ശർക്കര. ശർക്കര ചീകിയിട്ടതിന് ശേഷം പയർ പൊടിച്ച് അതിനകത്തോട്ട് അടപ്പിക്കണം. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കേണ്ട അവസ്ഥ വന്നാൽ ചെറിയൊരു ചൂടുവെള്ളം തളിച്ചു കൊടുത്ത് കുഴച്ചെടുത്താൽ മതി. കൈ നല്ലപോലെ വൃത്തിയാക്കിയിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. ഇത് കാര്യം ഈ പയറിൻ്റെ ചൂട് കൊണ്ട് ശർക്കര ഉരുകി അതിനകത്തൊരു വെള്ളത്തിൻ്റെ അംശം വരും. നമ്മൾ പ്രത്യേകം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വേണം ഒഴിക്കേണ്ട ആവശ്യം വന്നത്. മാവില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ പുട്ടിനുണ്ടാക്കുന്ന കുറച്ച് മാവിട്ടു. പക്ഷേ ഇത് ചെറിയൊരു പണി കിട്ടി. ഇതെടുത്ത് ഞാൻ അങ്ങോട്ട് കുഴച്ചു. പക്ഷേ വെള്ളം അംശത്തിൽ കൂടിപ്പോയി. പുട്ടിന് കുഴച്ച് വെച്ച മാവല്ലായിരുന്നോ. എന്നാലും ചെറിയൊരു പരുവത്തിന് കിട്ടി. അതിനെ ആവിയേറ്റാനായിട്ട് നമുക്ക് അങ്ങോട്ട് വയ്ക്കാം. ഇത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു 15 മിനിറ്റ് നമ്മൾ നോക്കണം. 15 മിനിറ്റ് ഫ്ലെയിമിലിട്ട് ആവി കയറ്റി വേവിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 15 മിനിറ്റ് കറക്റ്റ് ഇരിക്കണം കേട്ടോ. കാര്യം അതൊക്കെ ഒന്ന് വേവാനാണ്. 15 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാം. സംഭവത്തിനൊക്കെ തന്നെ നല്ല രസമുണ്ട്. പക്ഷേ വെള്ളത്തിൻ്റെ ഇത് കൂടിയുകൊണ്ട് ഒരു കുഴപ്പഴപ്പ് എപ്പോഴും ഉണ്ട്. അതാണൊരു കട്ടി വരാത്ത. ഞാൻ ആ പുട്ടിൻ്റെ മാവ് ചേർത്തയാണ് പക്ഷെ കയാൻ തോന്നുന്നു. സംഭവം ഷേപ്പിന് വന്നില്ലെങ്കിലും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ട്രൈ ചെയ്തോ.